എന്റെ കഷ്ടകാലത്തിനാ ഞാൻ ആ സെക്യൂരിറ്റി സർവീസ് ഏറ്റെടുത്തത്. അതൊന്നും കൊണ്ടല്ല അമ്മ എന്നെ പുറത്താക്കിയത്. എന്നെ അവിടുന്ന് പുറത്താക്കാൻ അമ്മ കാരണങ്ങൾ നോക്കിയിരിക്കായിരുന്നു. എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർന്നല്ലോ. അപ്പ എന്നേക്കുമായിട്ട് ആ മണിമേടയിൽ നിന്ന് ഇറങ്ങിയല്ലേ? ആ, കൊട്ടാരത്തിലെ ചെക്കന്മാരൊക്കെ അങ്ങനെയാ. കൊച്ചമ്മമാരായ അവരുടെ അമ്മ തങ്കച്ചിമാരുടെ ചൊൽപ്പടിക്കേ നിൽക്കും. ആ വസുന്ധര കൊച്ചമ്മ അവരുടെ പുന്നാര മോനെ ഒരു കിനാവള്ളിയുടെ പിടിയിൽ നിന്നും അങ്ങ് തിരിച്ചെടുത്തു. എടി, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. ഈ തൂക്കണാങ്കുരുവി കൂട് കെട്ടുന്നത് പോലെയാ നീ മേടയിലെ ചെക്കനെ മോഹിച്ചത്. തൂക്കണാങ്കുരുവി ആകാശത്തുയർന്നു നിൽക്കുന്ന വലിയ മരത്തിന്റെ അങ്ങേ അറ്റത്ത് കൊണ്ടുപോയി കൂടുകൂട്ടും. ഉഗ്രനൊരു കാറ്റടിക്കുമ്പോ ആ കൊമ്പ് കിടന്നങ്ങ് ആടും, ചിലപ്പോ അങ്ങ് ഓടിയും. കൂട് കാറ്റെടുക്കും. നിന്റെ സ്വപ്നം അങ്ങനെ കാറ്റെടുത്തു. ഇനി നീ കരഞ്ഞിട്ടോ ഒരു കാര്യവും ഇല്ല. നിന്റെ ജീവിതേ തകർന്നു. മോളെ, എന്റെ മോള് സമാധാനായിട്ടിരിക്കും. എന്റെ മോള് വിഷമിക്കണ്ട. എന്റെ ഭഗവാനെ കൃഷ്ണ, എന്റെ അഖിൽ സാറിനൊന്നും പറ്റല്ലേ. ഒരാപത്തും വരുത്തല്ലേ എന്റെ ഭഗവാനെ. എന്നോട് ക്ഷമിക്കണം എന്റെ കണ്ണ. എല്ലാത്തിനും കാരണം ഞാൻ മാത്രം. ഞാൻ അഖിൽ സാറിന്റെ പേടി മാറ്റാൻ ഒരുക്കിയ പ്ലാനാ. ഇങ്ങനെ ഒരു ആപത്തിൽ ചെന്ന് കലാശിച്ചത് എന്റെ ഭഗവാനെ. എന്റെ അഖിൽ സാറിനൊന്നും സംഭവിക്കല്ലേ. കാത്തോളൂ എന്റെ ഗുരുവായൂരപ്പ. മോൻ ഒരു കാര്യം ഓർത്ത് വിഷമിക്കണ്ട. സമാധാനായിട്ട് കിടക്ക്. ഞാനാ വസുന്ധരെ, ജഗന്നാഥൻ. അഖില് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞ് കാണാൻ വേണ്ടി വന്നതാ. ആ, അടുത്ത കാലത്ത് നമ്മൾ തമ്മിൽ ചില ശത്രുതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും സ്ഥായിയായ പിണക്കങ്ങളല്ലല്ലോ. പ്രിയപ്പെട്ടവർക്കൊരാപത്ത് വന്നാ ഓടിയെത്താതിരിക്കാൻ പറ്റൂ. ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? വസുന്ധരെ, നിന്റെ ഈ കണ്ണീരുണങ്ങിക്കിടക്കുന്ന മുഖം കാണാൻ എന്റെ മായയില്ലാതെ പോയി. നീ ഇനി നിരന്തരം കരയും. നിന്നെ ഞങ്ങൾ കരയിക്കും. ആ, അറിഞ്ഞപ്പോ വിഷമം തോന്നി. അതാ പെട്ടെന്ന് ഓടി വന്നതേ. തലയ്ക്കാണല്ലേ അടി കിട്ടിയത്. നിങ്ങൾ എന്റെ മകനെ പറ്റി ആപത്ത് കണ്ടിട്ട് ആഘോഷിക്കാൻ വന്നതല്ലേ? എന്താ വസുന്ധര ഇങ്ങനെയൊക്കെ പറയുന്നേ? വസുന്ധരയുടെ മക്കളിൽ ആർക്കെങ്കിലും ഒരു ആപത്ത് വന്നാ എനിക്ക് ഓടി എത്താതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ചും ഇവനാണല്ലോ വസുന്ധരയുടെ വാത്സല്യപുത്രൻ. ഓമനപുത്രന് കിട്ടിയ അറ്റാക്കിൽ നൊന്തുപെറ്റ അമ്മ എന്നുള്ള നിലയിൽ വസുന്ധര നീറി നീറി കരയുന്നത് കാണാൻ ഒരാഗ്രഹം. അത് സ്വാഭാവികമല്ലേ വസുന്ധരെ?
എന്റെ മകൻ സുഖമില്ലാതെ കിടക്കുമ്പോ ഹോസ്പിറ്റൽ വന്നിട്ടാണെന്നുണ്ടോ തന്റെ വെല്ലുവിളി? ഇറങ്ങി പോടോ. മകൻ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോഴെങ്കിലും ഈ ധാഷ്ട്യം ഒന്ന് കുറയ്ക്ക് വസുന്ധരെ. ആ വസുന്ധരയുടെ ഈ ധാഷ്ട്യമാണല്ലോ നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാ ദുരന്തങ്ങൾക്കും കാരണം. തന്നോട് ഇറങ്ങി പോവാനാ പറഞ്ഞത്. പോവാം പോവാം പോവാം. അതിനു മുൻപ് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ആ ശ്യാമിയില്ലേ ഇവിടെ, ഇവന്റെ ഭാര്യ? അവളിവിടെ ഇല്ല. അവളും അവളുടെ ആങ്ങള അരവിന്ദനും കൂടിയാണല്ലേ ഇവനെ കൊല്ലാൻ നോക്കിയത്? അല്ല, ഈ അറ്റാക്ക് കണ്ടു നിന്ന ഒരു ദൃക്സാക്ഷിയാ എന്നോട് പറഞ്ഞത്. ശ്യാമ അവൾ ഇവനെ കൊല്ലും, സൂക്ഷിച്ചു. പോട്ടെ. അമ്മേ, ശ്യാമ എവിടെ അമ്മേ? ശ്യാമ അവള് നിന്നെ കൊല്ലാൻ നോക്കിയിട്ട് കൊല്ലാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തില് അവൾ ഇവിടുന്ന് പോയി. എന്താ അമ്മേ പറയുന്ന? അമ്മ പറയുന്നതെല്ലാം സത്യമാ മോനെ. അവള് കുടുംബത്തോടെ ചേർന്ന് മറ്റെന്തോ ദുരുദ്ദേശത്ത് ചെയ്ത കാര്യം എല്ലാരും കൂടി ഗൂഢാലോചന ചെയ്തിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്നിരുന്ന ആ സെക്യൂരിറ്റി ഇല്ലേ, അതവളുടെ അച്ഛനായിരുന്നു, വാസുദേവൻ. എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിന്റെ അതേ ടേസ്റ്റാ, ഒരു വ്യത്യാസവും ഇല്ല. ആ സെക്യൂരിറ്റി അങ്കിള് തന്റെ അച്ഛനെ പോലെ ഇരിക്കുന്നല്ലേ താൻ പറഞ്ഞു? ആ അതെ, ഒത്തിരി സമയമുണ്ട്, പ്രത്യേകിച്ച് ആ നടപ്പില്. അപ്പോ ആ അങ്കിളിന്റെ ഭാര്യയ്ക്കും തന്റെ അമ്മയുമായി പലതര സാമ്യം ഉണ്ടായിരിക്കും. നമ്മുടെ വീട്ടിലെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനാ അയാൾ അവിടെ വേഷം മാറി നിന്നിരുന്നത്. എന്റെ മോനെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ അവൾ ശ്രമിച്ചതാ, അവളും അവളുടെ ആങ്ങളെയും കൂടി. അവളും അവളുടെ ആങ്ങളെയും കൂടി സംസാരിക്കുന്ന വീഡിയോ നീ ഇതൊന്ന് കണ്ടുനോക്ക്. ഇത്തരം ഗുണ്ടുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണോ ഏട്ടാ ഞാൻ ഏട്ടനെ ചുമതലപ്പെടുത്തിയത്? നിന്നെ കൊന്നിട്ട് സ്വത്ത് ചോദിക്കാനോ മറ്റോ ആയിരുന്നു അവളുടെ ഉദ്ദേശം. അമ്മയ്ക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു മോനെ, അതാ ഞാൻ അവളെ എതിർത്തത്. മോൻ ഇനി ഒന്നും ആലോചിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. ഇതെവിടെയൊന്ന് വെക്കുക?
நடக்கும் நடைய ஒரு ballet தான் நான் பிரபு தேவி கடக்கு முடக்கு என தடுக்கு படக்கு என வெச்சா அடி வெச்சா இந்த ரோடும் கூட അയ്യോ ദൈവമേ, ഗാനഭൂഷണവും കുയിൽനാഥവും ആണല്ലോ. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. അമ്മയും അമ്മയുടെ പുന്നാര മോളും കൂടി ഈ തെക്കുന്തല വാരി പൊളിച്ചടുക്കും. യോ ആ ഇത് ആരൊക്കെയാ ഈ വരുന്നേ? വരൂ വരൂ, വാ, ഇരിക്ക് ഇരിക്ക് ഇരിക്ക്. ആഹാ, ജയന്തി വലിയ സന്തോഷത്തിലാണല്ലോ. ആ, ഇങ്ങനെ സന്തോഷിക്കാതിരിക്കുമല്ലേ ജയന്തി? അതെ, അതുപോലെയുള്ള വാർത്തകളാണല്ലോ കേട്ടതും കേട്ടോണ്ടിരിക്കുന്നതും. എന്റെ നാത്തൂനെ കരഞ്ഞു കൂവി ഇങ്ങ് പോന്നു. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ അല്ലേ? മൂഷിക സ്ത്രീ പിന്നെ മൂഷിക സ്ത്രീ, എന്തൊരു ഗതികേടല്ലേ. ആ അവക്കേ ഇതും വേണം, ഇതിന്റെ അപ്പുറം വേണം. എന്തോ ഒരു അഹങ്കാരായിരുന്നു. അല്ല, മഹാറാണി എന്തേ? ചിന്താവിവശയായ സീതയെ പോലെ അകത്തിരിപ്പുണ്ട്. എന്നാ പിന്നെ വല്ല അശോകവനത്തിലും പോയി ഇരുന്നൂടെ? ബെസ്റ്റ്. ഇവിടെ അശോകവനൊന്നുമില്ല, കുറെ ശീമക്കൊന്ന വനമുണ്ട്. അല്ല, ഇനി എന്താ നായികയുടെ ഉദ്ദേശം? ശിഷ്ട ജീവിതം വല്ല ധ്യാന കേന്ദ്രത്തിലോ ആയിരിക്കും. ഓ, അതെ, ഒന്ന് വിളിക്കാമോ മഹതിയെ? ആ തിരുമോന്തെ ഒന്ന് കാണാനാ. ഇപ്പൊ വിളിക്കാം. മേഡം, ശ്യാമ മേഡം. മേഡം ഇടവൻ കർക്കിടകമൊന്നും വിളിക്കണ്ട. എടി ശ്യാമേന്ന് വിളിക്ക്. എടി ശ്യാമേ, ശ്യാമേ, നിന്നെ കാണാൻ 2 പേര് വന്നിരിക്കുന്നു. ആ, നിനക്ക് വേണ്ടപ്പെട്ടവരാ. ശ്യാമ വാസുദേവ മഹാറാണിയെ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാ. ഡേ, എന്താണീ മിണ്ടാതെ നിൽക്കുന്നേ? ഞങ്ങളെ കളിയാക്കാണോ? കളിയാക്കുന്നത് മാഡം അല്ലേ? ഓ, അപ്പം നിനക്ക് നാവുണ്ട്. എന്തായി? കൊമ്പത്തെ തമ്പുരാന്റെ മണിമേടയിലേക്ക് കല്യാണം കഴിച്ച് ചെന്നിട്ട് അവര് കൊടിച്ചുപട്ടിയെ പോലെ അടിച്ചിറക്കി വിട്ടില്ലേ? പോയതുപോലെ ഇങ്ങ് പോന്നു. എന്തായാലും ഒക്കത്തൊരു ട്രോഫി ഇല്ലാത്തത് ഭാഗ്യം. ട്രോഫിയോ? ആ കുട്ടി, ചെല്ല കുട്ടി. അല്ലെങ്കിലും അവരെ എന്തിനാ പറയുന്നത്? ഏതെങ്കിലും ഒരട്ടം മെത്തേ കിടക്കുവോ? എന്തിനാ എന്നെ വിളിച്ചെന്ന് വെച്ചാ അത് പറയും. നീ എന്തിനാടി ഇങ്ങനെ ക്ഷോഭിക്കുന്നേ? അതെ, ഞങ്ങളോട് വേണ്ട കേട്ടോ നിന്റെ ഈ രോഷോ ക്ഷോഭമൊക്കെ. എടി, അവനവൻ അർഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ. നിനക്കേ ആകാശമുട്ടയുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ, വല്ലതും നടക്കുവോ? രാജകുമാരനെ പോലൊരു ചെറുക്കനെ ഇവൾക്ക് സ്വന്തമാക്കണമെന്ന് പറഞ്ഞ അതൊക്കെ വല്ലത് നടക്കുന്ന കാര്യമാണോ? അന്നേ ഞാൻ പറഞ്ഞതാ, ഇണ്ടംപരുത്തി, ആനന്ദ നിലയം, പുഷ്പത്തടം എന്നൊക്കെ പറഞ്ഞാലേ ഈ നാട്ടിലെ പ്രശസ്തമായ തറവാടുകളാ. അവിടെയൊക്കെ കേറി കൊത്തരുതെന്ന്. അതേതാ ഈ ഇന്തംപരത്തെ? എന്റെ തറവാട്. അപ്പൊ ജയന്തിയും മുന്തിയ തറവാട്ടിലേതാണോ? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ.
എടി, ഞങ്ങൾ വന്നതേ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാ. കോലോത്തെ തമ്പുരാട്ടിയായിരുന്നു എന്ന് പറഞ്ഞ് ഇനി ഞങ്ങളെ ഇട്ട് വട്ട് കളിപ്പിക്കരുത്. വിസ്മയക്ക് ഇനിയും പ്രോഗ്രാം വരും. മര്യാദയ്ക്ക് ഞങ്ങൾ വിളിക്കുമ്പോ കൂടെ വന്നേക്കണം. വന്നില്ലെങ്കിൽ നീ വിവരം അറിയും. നീ ഒരു കാര്യം കൂടി ഓർത്തോ, ഇനി ഭർത്താവുമില്ല, ആശ്രയിക്കാൻ ആനന്ദ നിലയോ ഇല്ല. അങ്ങനെ തന്നെ വേണോടി. മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ടാ നിനക്കിവിടെ സുഖമായിട്ട് കഴിയാം. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിടും. ഇതിന്റെ ആധാരം എന്റേതാ, കേട്ടോടി. വാ മോളെ. തന്നെ വേണോടിയേ. ഹലോ, മേഴ്സി ഹോസ്പിറ്റലല്ലേ? അതെ. ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അഖിൽ വർമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അഖിൽ വർമ്മയുടെ ബന്ധുക്കളെ ആരെങ്കിലും വിളിക്കണോ? അയ്യോ വേണ്ട, എനിക്ക് വിവരം അറിഞ്ഞാൽ മാത്രം മതി. അഖിൽ വർമ്മയെ റൂമിലേക്ക് മാറ്റി. ഇന്ന് ഡിസ്ചാർജ് ആകുമെന്ന് അറിയാൻ കഴിഞ്ഞത്. താങ്ക് യു സിസ്റ്റർ. എവിടെ പോവാ? ഭഗവാനെ കൃഷ്ണ, നീ എന്നെ കാത്തു രക്ഷിച്ചു. എന്റെ അഖിൽ സാറിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവും.